അയോധ്യയിലെ ആ 2 ഏക്കർ 77 സെന്റ് ഭൂമി പിന്നെയും ഇന്ത്യയെ ചിന്തിപ്പിക്കുകയാണ്. നൂറ്റാണ്ടുകളായി ഈ നാടിനെ വിഭജിക്കുന്ന, ചോര വീഴ്ത്തുന്ന ഈ തർക്കം തീരേണ്ടതല്ലേ? കോടതിക്ക് പുറത്ത് സമവായം ഉണ്ടാക്കാനുള്ള കോടതിയുടെ നിർദ്ദേശം പ്രായോഗികമായി നടപ്പാകുമോ? രാമക്ഷേത്ര പ്രക്ഷോഭകർ കേന്ദ്രത്തിലും ഉത്തർപ്രദേശിൽ തന്നെയും അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമവായം അടിച്ചേൽപ്പിക്കുന്ന സമവായമാകുമോ? രാഹുൽ ഈശ്വർ, ചരിത്രത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ വിഭിന്നമായ വാദമുഖങ്ങൾ ഉന്നയിക്കാം. ഓരോ പള്ളിയുടെയും അടിയിൽ ക്ഷേത്രമുണ്ട് എന്ന് വാദിക്കാം. പക്ഷേ അതേമാതിരി തന്നെ ഓരോ ക്ഷേത്രത്തിനും അടിയിൽ വേറൊരു ക്ഷേത്രമുണ്ട്. അത് ബൗദ്ധ പാരമ്പര്യമാണ്. ആ ബൗദ്ധ പാരമ്പര്യത്തെ ഇല്ലാതാക്കിയത് ആര്യൻ അധിനിവേശമാണ്, ഹിന്ദുയിസത്തിന്റെ അധിനിവേശമാണ് എന്ന വാദവുമുണ്ട്. ആ വാദഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടേയിരിക്കും. രണ്ട് കാര്യങ്ങൾ: എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളുടെയും താഴെ, എല്ലാ മുസ്ലിം പള്ളികളുടെയും താഴെ, എല്ലാ ബുദ്ധക്ഷേത്രങ്ങളുടെയും താഴെ, എല്ലാ ക്രിസ്ത്യൻ പള്ളികളുടെയും താഴെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അത് ഈ ഭാരതത്തിന്റെ മണ്ണാണ്. ആ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഈ ദേവാലയങ്ങളെല്ലാം നമുക്ക് വേണമെന്നും ഒരു തീവ്ര ഇടത് വാദഗതികൾ പോലെ ഹിന്ദു ക്ഷേത്രങ്ങളെ ചെറുതാക്കാൻ പണ്ടെല്ലാം ബുദ്ധക്ഷേത്രങ്ങളാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇതേപോലെ തന്നെ എല്ലാ മുസ്ലിം പള്ളികളുടെ താഴെ ഹിന്ദു ക്ഷേത്രമാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഞങ്ങളുടെ ഇടയിൽ നിൽക്കുന്നവരങ്ങനെ പറയുന്നവരുണ്ട്, ഇല്ല എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുന്നില്ല. അങ്ങനെ തീവ്ര സ്വരക്കാർ ഒരുപാട് പേരുണ്ട്. അവരെ കഴിയുന്നത്ര എതിർത്തു തോൽപ്പിക്കുന്ന ഞങ്ങളെ പോലുള്ള ഒരുപാട് പേരും ഈ ഹിന്ദു പക്ഷത്ത് നിപ്പുണ്ട്. അതുകൊണ്ട് എല്ലാ അമ്പലങ്ങളുടെയും പള്ളികളുടെയും താഴെ ഇന്ത്യയുടെ മണ്ണാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്ന്, ഒരു ഗാന്ധിയൻ പൊസിഷനിൽ നിന്ന്, നമ്മുടെ കൊടിയിൽ കാവിയും വെള്ളയും പച്ചയും വേണമെന്ന് പറയുന്ന സമീപനത്തിൽ നിന്ന് ഈ വിഷയം അവസാനിപ്പിക്കാൻ ദൈവമായിട്ടൊരു അവസരം തന്നതാണ്. ഒരൊറ്റ നിമിഷം, പ്രശ്നം അതല്ലല്ലോ, സമീപനത്തിൻ്റെതാണ് പ്രശ്നം. എന്താണ് ഇന്ത്യയുടെ പൈതൃകം? താങ്കൾ ഈ ചർച്ചയിൽ തന്നെ ആവർത്തിച്ച് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ ഉദ്ധരിച്ചുവല്ലോ, അദ്ദേഹത്തിന്റെ സെൻട്രിസ്റ്റ് പൊസിഷനെ ഉദ്ധരിച്ചുവല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ രാജ്മോഹൻ ഗാന്ധി അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് എന്തായിരുന്നു ഗാന്ധി എന്ന് പറഞ്ഞത് ഓർക്കുകയാണ്, ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. എല്ലാ പ്രാർത്ഥനാ യോഗങ്ങളിലും ഖുറാൻ സൂക്തങ്ങൾ ഉരുവിടണം എന്ന നിർബന്ധ ബുദ്ധി മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്നു. ആരൊക്കെ ആ സദസ്സിൽ നിന്ന് അതിനെതിരെ ശബ്ദമുയർത്തിയാലും ആ കാര്യത്തിൽ മാത്രം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരുന്നു മഹാത്മാഗാന്ധിയുടേതെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാന കാലത്തടക്കം കൂടെ ഉണ്ടായിരുന്ന, അന്ന് ചെറിയ കുട്ടിയായിരുന്ന രാജ്മോഹൻ ഗാന്ധിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അപ്പോൾ ആ പൈതൃകം അതൊരു സമീപനത്തിന്റെ പ്രശ്നമാണ്. അതാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ സമീപനം, അതാണ് ഇന്ത്യയുടെ ലെഗസി. അത് കാണിക്കാൻ ഇപ്പോൾ ഭരണത്തിലുള്ള ആളുകൾ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളിടത്ത് അവസാനിക്കില്ലേ ഈ പ്രശ്നം? നമ്മൾ ഒരു പോസിറ്റീവ്ലി സെക്കുലർ സ്റ്റേറ്റ് ആണ്. നമ്മളൊരു നെഹ്റൂവിയൻ സെക്കുലറിസ്റ്റ് അല്ല, നമ്മളൊരു ഗാന്ധിയൻ സെക്കുലർ സ്റ്റേറ്റ് ആണ്. ആ ഗാന്ധിയൻ സെക്കുലറിസ്റ്റിൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ സ്ഥാനമുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ കൊടിയിലെ 3 വർണ്ണങ്ങൾ കാണിക്കുന്നത് പോലും ആ പ്രധാന 3 മതവിഭാഗങ്ങളെയാണ്. പക്ഷേ ഈ നെഹ്റൂവിയൻ സെക്കുലറിസം കാരണമാണ് അതൊന്നും അല്ല, അത് വേറെ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ഈ മതങ്ങളെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കില്ല. നമുക്ക് ഈ മുസ്ലിം സമൂഹത്തിന്റെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അതിന് ഒരുപാട് പേർ BJP എന്ന കക്ഷിയിൽ നിന്ന്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ നിന്ന്, ഒരു പക്ഷേ VHPയിൽ നിന്നടക്കം ഒരു സമവായത്തിന് മുമ്പോട്ട് വരാൻ തയ്യാറാകും. പ്രത്യേകിച്ച് ഒരു അരക്ഷിത ബോധം ഇല്ലാത്തത് കൊണ്ടും ഒരു സ്യൂഡോ സെക്കുലർ സ്റ്റാൻഡ് എടുക്കാത്തത് കൊണ്ടും ഈ മൈനോറിറ്റേറിയനിസവും മെജോറിറ്റേറിയനിസവും രണ്ടും ഒരേപോലെ ഇല്ലാത്തത് കൊണ്ടും, അതുകൊണ്ട് ഇതൊരു അവസരമായിട്ട് എടുക്കണം. സുപ്രീം കോടതി എല്ലാ കാര്യങ്ങളും പഠിച്ച് എല്ലാവരെയും കേട്ട് ഒരു തീരുമാനമെടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇനി ചീഫ് ജസ്റ്റിസ് തന്നെയും ഇങ്ങനെ ഒരു സെറ്റിൽമെന്റ് എന്നത് മുൻകണ്ട് ഇറങ്ങേണ്ട കാര്യമുണ്ടോ? ശ്രീ അഭിലാഷ്, 3 കാര്യങ്ങൾ. ഈ നെഹ്റൂവിയൻ കപട മതേതരത്വം മാറ്റിവെച്ച് സത്യസന്ധമായ വിഷയങ്ങൾ കാണണം. അത് ടെക്നിക്കാലിറ്റി, സാങ്കേതികത്വത്തിന്റെ പേരിലല്ല. ഇന്ത്യയെ ഏറ്റവും വൈകാരികപരമായി ഇന്ന് കാണുന്ന രീതിയിൽ മാറ്റിമറിച്ച, ആയിരക്കണക്കിന് ആളുകൾ 2 ഭാഗങ്ങളിലും ജീവൻ നഷ്ടപ്പെട്ട, ഒരുപാട് കലാപങ്ങൾക്കടക്കം അടിസ്ഥാനപ്പെടുത്തിയ ഒരു കേസാണ്. ഒരു രാജ്യത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കേസാണ്. ഫസൽ ഗഫൂർ സാറിന്റെ ഒക്കെ സമീപനം വളരെ സ്വാഗതാർഹമാണ്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനെ അടക്കം, അദ്ദേഹം അടക്കം കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ സ്വാധീനിക്കുകയും സമാനമായ ഒരു സ്റ്റാൻഡിലേക്ക് ശ്രീ കമാൽ ഫാറൂഖി അടക്കമുള്ള, ഷാഹിദ് സിദ്ദീഖ് അടക്കമുള്ള ഒരുപാട് പേർ വളരെ സൗഹാർദ്ദത്തിന്റെ ഭാഷ സംസാരിക്കുന്നത് ഇന്ത്യക്ക് തന്നെ ഏറ്റവും ആശ്വാസകരമാണ്. രണ്ടാമത്തെ കാര്യം, ഈ വിഷയം വളരെ വൈകാരികപരമാണെന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയ സിഖ് സമുദായത്തിൽ പറഞ്ഞ ശ്രീ കേഹർ അടക്കം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സമുദായം പറയുന്നതിൽ ക്ഷമിക്കുക, വേറൊന്നും കൊണ്ടല്ല, കുറെ കൂടെ ന്യൂട്രലും നിഷ്പക്ഷനുമാണ് അദ്ദേഹം എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണ്. ഇനി സത്യസന്ധമായ കാര്യങ്ങൾ പറയാം. വളരെ തുറന്ന് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, പ്രണബ് കുമാർ മുഖർജിയെ പോലെ എല്ലാവരും ആദരിക്കുന്ന ഒരു പ്രസിഡന്റ് ഇപ്പോൾ ഉണ്ട്, ഒരു നാഷണലിസ്റ്റ് എന്ന് വിളിക്കാൻ കഴിയുന്ന PM ഉണ്ട്, ഹിന്ദു പക്ഷത്തിന് കൂടെ സ്വീകാരനായ യോഗി ആദിത്യനാഥ് ഉണ്ട്, ഒരു സിഖ് ചീഫ് ജസ്റ്റിസ് എവിടെയുണ്ട്. ഇത് ഈ വിഷയം എന്നേക്കും
തീർക്കാൻ ഒരു വലിയ അവസരമാണ്. BJP പ്രസിഡന്റ് ആയിരുന്ന നിതിൻ ഗഡ്കരി 2010 പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തിന്, ഇത് വാജ്പേയി അടക്കം ബാബരി മസ്ജിദ് ഡെമോളിഷൻ തെറ്റാണെന്ന് സമ്മതിക്കുകയും അദ്വാനിജി തന്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമമുള്ള ദിവസമെന്ന് പറയുകയും ചെയ്ത വിഷയം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ശ്രീ നിതിൻ ഗഡ്കരി, ഇത് രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, നിതിൻ ഗഡ്കരി അടക്കം ഒരു മസ്ജിദ് മറ്റൊരു സ്ഥലത്ത് നിർമ്മിക്കാൻ ഹിന്ദു പക്ഷം സഹായിക്കാൻ റെഡിയാണ്. ദൗർഭാഗ്യകരമാണ് ഈ സംഭവങ്ങൾ എന്ന വളരെ മിതമായൊരു നിലപാട് മുമ്പോട്ട് വെച്ചതാണ്. കണ്ണടച്ച് ഇരുട്ടാക്കി മുമ്പും മുസ്ലിം സമൂഹം എല്ലാ സൗഹാർദ്ദത്തിനു വേണ്ടി മുമ്പോട്ട് വന്നപ്പോൾ ഈ അൾട്രാ ലെഫ്റ്റിസ്റ്റുകളാണ് അതിനെ തകിടം മറിച്ചത്. അതാണ് ഞാൻ ഭാരതീയൻ എന്നുള്ള പുസ്തകത്തിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രമുഖ ചരിത്രകാരൻ എഴുതിയത്. ഈ വിഷയം എന്നും സജീവമായി നിർത്തി മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കാതെ ഈ വിഷയം അവസാനിപ്പിക്കുകയും ഒരു ഗംഭീരമായ അമ്പലവും ഗംഭീരമായ ഒരു പള്ളിയും രണ്ട് സ്ഥലങ്ങളിൽ ഉയരുകയും ചെയ്താൽ അത് ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു ഏടുണ്ടാകും. എത്ര കാലം നമ്മൾ അമ്പലങ്ങളുടെയും പള്ളികളുടെയും പേര് തമ്മി തല്ലി നിൽക്കും? എന്തെങ്കിലും ഇതിനൊരു അവസാനം വേണ്ടേ? അപ്പൊ ഈ നാട്ടിൽ ഹിന്ദുവും മുസ്ലിമും അമ്പലവും പള്ളിയും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയും പള്ളിയും എല്ലാം നിലനിൽക്കണം എന്നൊരു കാഴ്ചപ്പാടിൽ അവസാനിപ്പിക്കാൻ മുസ്ലിം സമൂഹം തയ്യാറാകണം. പക്ഷേ ആ പ്രത്യേക സ്ഥലത്തിന് ഒരു വൈകാരികപരമായ പ്രാധാന്യവും നമ്മുടെ മുസ്ലിം സമൂഹത്തിന് ഇല്ലാത്തത് കൊണ്ടും രാമരാജ്യം ഇന്ത്യ ആക്കണം എന്ന് പറഞ്ഞൊരു രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഈ നാട്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു രാമരാജ്യം എന്താണെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു യേശുദേവന്റെ സ്വർഗരാജ്യവും ഖലീഫയുടെ സ്വപ്നരാജ്യവുമാണ്. അങ്ങനെ ഒരു ഗാന്ധിയൻ അപ്രോച്ചോടുകൂടി വലിയ രീതിയിൽ സെൻട്രിസ്റ്റുകൾ ഉണ്ടാകുന്ന കാലത്തിൽ കാശി മധുര അടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് കൂടി ഒരു നിലപാടെടുത്തിട്ടുണ്ട്. 1947 പിന്നോട്ട് പോകണ്ട, മറ്റൊരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടും വരണ്ട. അതിൽ BJPയും കോൺഗ്രസും എല്ലാം ഉണ്ടായിരുന്നു. 2, ഏറ്റവും വലിയ രാമഭക്തനായ ഏറ്റവും വലിയ മതസൗഹാർദ്ദവാദിയായ മരിച്ചപ്പോഴും ഹേറാം പറഞ്ഞുകൊണ്ട് മരിച്ച ഗാന്ധിജി ഈശ്വർ അല്ലാ തേരോനാമെന്നും രാമെന്നും റഹീമെന്നും പറഞ്ഞതാണ്. പിന്നെ എനിക്ക് ശ്രീരാമനും ശ്രീകൃഷ്ണനും ദൈവങ്ങളാണ്, പക്ഷെ മിസ്റ്റർ കൃഷ്ണൻ ജനിച്ചത് BC 3120 മിസ്റ്റർ രാമൻ ജനിക്കുന്നത് ഏകദേശം BC 5150 അതിൽ നിന്ന് ആർക്കിയോ അസ്ട്രോണമി അടക്കം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവർ അവതാരങ്ങളാണ്, ദൈവങ്ങളാണ്, അതോടൊപ്പം ചരിത്ര പുരുഷന്മാരുമാണ്. അവരില്ലെന്ന് പറയുന്നത് ലെഫ്റ്റിസ്റ്റ് ഹിസ്റ്ററിയാണ്, നമ്മളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. സാർ, നമ്മുടെ ശബരിമലയുടെ പേര് പോലും ശ്രീരാമനിൽ നിന്നാണ് വരുന്നത്. ശ്രീരാമൻ ഈ രാജ്യത്തിന്റെ എല്ലാ സാംസ്കാരിക ബിംബങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ 20 കോടി മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യയിൽ ശ്രീരാമൻ അവിടുത്തെ സ്റ്റാമ്പുകളിലുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ രാമായണ ഫെസ്റ്റിവൽ നടക്കുന്ന ഇന്തോനേഷ്യയിലാണ്. അവിടുത്തെ കറൻസി നോട്ടിൽ ഗണപതിയുണ്ട്. അവിടെ ഗരുഡ ഇന്തോനേഷ്യയാണ് അവരുടെ ഫ്ലൈറ്റ്. ഇന്നും അവർ പറയുന്നത് ഞങ്ങൾ മതം കൊണ്ട് മുസ്ലിങ്ങളും സംസ്കാരം കൊണ്ട് ഇന്ത്യക്കാരുമാണെന്നാണ്. അതുകൊണ്ട് സാംസ്കാരികപരമായി ഈ ചരിത്രം ഇല്ല എന്ന് നമ്മൾ പറയുന്നത് ലെഫ്റ്റിസ്റ്റ് ഹിസ്റ്ററിയാണ്, നമ്മളെ തമ്മി തെല്ലിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 50 വർഷമായി ലെഫ്റ്റിസ്റ്റുകൾ ശ്രീരാമൻ ഇല്ലെന്നും ശ്രീരാമൻ വെറും കഥ മാത്രമാണെന്നും പ്രചരിപ്പിച്ചത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യം തുടങ്ങിയ ജോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1774 എന്ന് എൻ്റെ ഓർമ്മ. അതിൽ പോലും ഇന്ത്യയെ നിർവചിച്ചിരിക്കുന്നത് ആസേതു ഹിമാചലം എന്നാണ്. ഹിമാലയം മുതൽ രാമസേതു വരെ വ്യാപിച്ചു കിടക്കുന്ന രാജ്യം. അതുകൊണ്ട് ശ്രീരാമൻ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ശ്രീരാമൻ ഉണ്ട്. ഹിന്ദുക്കൾക്കും വിശിഷ്യ ഇന്ത്യക്കാർക്കും പലപ്പോഴും ചരിത്രം എഴുതാൻ ഒരു മടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രത്തിൽ മഹാബലിയെയും അയ്യപ്പനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും വേണ്ട രീതിയിൽ ഡോക്യുമെന്റ് ചെയ്യാത്തത്. ഇനിയും അത് ഡോക്യുമെന്റ് ചെയ്യണം. പക്ഷേ ശ്രീരാമനുണ്ട്, അയോധ്യ ഉണ്ട്. ഈ നാട്ടിന്റെ എല്ലാ രോമകൂപങ്ങളിലും എല്ലാ അണുവിലും ഈ കൾച്ചേഴ്സ് ഉറങ്ങിക്കിടപ്പുണ്ട്. അത് ഉണർത്തിയെടുക്കണം. പക്ഷേ അതില്ല എന്ന് പറയുന്ന ഒരു ആംഗിൾ ഒരു തീവ്ര ഇടത് ആംഗിൾ ആണ്. അതവർ ചെയ്തതാന്ന് ഒരു ഭാഗം മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടെ വേണ്ടിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഇർഫാൻ ഹബീബ് സാറും KN പണിക്കർ സാറും റോമില താപ്പറും അടക്കം ഈ എല്ലാ അമ്പലങ്ങളുടെയും താഴെ ബുദ്ധിസ്റ്റ് സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞത് RSSന്റെ അടക്കമുള്ള ആൾക്കാർ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ഉന്നയിച്ചു. എല്ലാ മുസ്ലിം പള്ളികളുടെയും താഴെ ഹിന്ദു അമ്പലങ്ങളാണെന്ന്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ലെഫ്റ്റിസ്റ്റുകൾ പുതിയൊരു ആർഗ്യുമെന്റ് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ എല്ലാ അമ്പലങ്ങളുടെയും താഴെ ബുദ്ധിസ്റ്റ് സ്ട്രക്ചർ ആണെന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് ശബരിമല അടക്കം പണ്ട് ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് ഒരു കള്ള വ്യാഖ്യാനം ഇവർ പ്രചരിപ്പിച്ചു വിട്ടത്. നമുക്ക് ഈ രണ്ട് തീവ്ര വ്യാഖ്യാനങ്ങൾ വേണ്ട. അമ്പലങ്ങൾ അമ്പലങ്ങളും പള്ളികൾ പള്ളികളുമായിട്ടിരിക്കട്ടെ. ശ്രീരാമക്ഷേത്രം ഇമ്പോർട്ടന്റ് ആണ്. പരസ്പരം ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തിയാൽ ഈ വിഷയം ഇവിടെ അവസാനിക്കും.